വിശുദ്ധ കുർബാന നമ്മുടെ പ്രവൃത്തിയല്ല. അതിനാൽ പരിശുദ്ധ ദിവ്യകാരുണ്യത്തെക്കുറിച്ച് കാലാകാലങ്ങളിൽ സഭ ഈ വിഷയത്തിൽ കൃത്യമായ പ്രബോധനങ്ങളും പരിശീലനങ്ങളുമൊക്കെ നൽകാറുണ്ട്. അങ്ങനെയാണ് ലാത്രൻ, തെന്ത്രോസ് തുടങ്ങിയ പരിശുദ്ധ സൂനഹദോസുകൾ ദിവ്യകാരുണ്യത്തെ, പരിശുദ്ധ കുർബാനയെ എങ്ങനെ സമീപിക്കണം എന്ന് കൃത്യമായി പഠിപ്പിച്ചത്. തെന്ത്രോസ് സൂനഹദോസ് പഠിപ്പിച്ച ഈ കാര്യങ്ങൾ ചുരുക്കി യോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ വേണ്ട കാര്യങ്ങൾ എന്ന രീതിയിൽ നമ്മൾ ആദ്യ കുർബാന ക്ലാസ്സിൽ പഠിച്ചത് നമുക്കൊന്ന് ഓർത്തെടുക്കാം. 1. വരപ്രസാദപരം ഉണ്ടായിരിക്കുന്നത്. 2. ദിവ്യകാരുണ്യ സ്വീകരണത്തിന് മുൻപ് 1 മണിക്കൂർ ഉപവസിക്കുന്നത്. 3. വേണ്ടത്ര ഭക്തിയും ഒരുക്കവും ഉണ്ടായിരിക്കുന്നത്. ഒരുക്കത്തോടെ വിശുദ്ധ കുർബാനയിൽ നമുക്ക് പങ്കുചേരാം. ഒരു വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നാം തിരിച്ചറിഞ്ഞാൽ വിശുദ്ധ കുർബാന നമുക്കൊരിക്കൽ മുടക്കാനായിട്ട് തോന്നത്തില്ല. അതുകൊണ്ടാണ് വിശുദ്ധ വിയാനി പുണ്യവാളൻ ഇപ്രകാരം പറഞ്ഞത്: വിശുദ്ധ കുർബാനയെ നാം ശരിക്കും മനസ്സിലാക്കുകയാണ് എങ്കിൽ നമ്മൾ ആനന്ദം കൊണ്ട് മരിക്കും എന്ന്.